Hello everyone, welcome to Econometrics lecture series. നമ്മൾ ഇന്ന് ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് OLS എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ OLSന്റെ ഡെറിവേഷൻ കണ്ടിരുന്നു. അപ്പം OLSന്റെ ഡെറിവേഷൻ കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. അപ്പൊ നമ്മളങ്ങനെ ഡെറൈവ് ചെയ്ത OLS എസ്റ്റിമേറ്റേഴ്സിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. നമുക്ക് ആ പ്രോപ്പർട്ടീസിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് എന്നും സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പം നമുക്ക് ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അപ്പൊ നമുക്ക് ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒന്നാമത്, OLS എസ്റ്റിമേറ്റേഴ്സ് ആർ എക്സ്പ്രസ് സോൺലി ഇൻ ടേംസ് ഓഫ് ഒബ്സർവബിൾ ക്വാണ്ടിറ്റീസ്, therefore they can be easily computed. നമ്മൾ അവിടെ OLS എസ്റ്റിമേറ്റേഴ്സിനെ സാമ്പിൾ ക്വാണ്ടിറ്റീസിന്റെ ടേംസിലാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ പെട്ടെന്ന് കമ്പ്യൂട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ അതിനെ സാമ്പിൾ ക്വാണ്ടിറ്റീസിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കമ്പ്യൂട്ടേഷന് ഭയങ്കര എളുപ്പമാണ്. അതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. രണ്ടാമത്തത്, ദേ ആർ പോയിന്റ് എസ്റ്റിമേറ്റേഴ്സ്. പോയിന്റ് എസ്റ്റിമേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ടൈപ്പിലുള്ള എസ്റ്റിമേഷൻ ഉണ്ട്. ഒന്ന് പോയിന്റ് എസ്റ്റിമേഷനും ഒന്ന് ഇന്റർവൽ എസ്റ്റിമേഷൻ. പോയിന്റ് എസ്റ്റിമേഷൻ എന്ന് വെച്ചാൽ ഒരു എക്സാക്ട് പോയിന്റ് നമുക്ക് തരുന്നു. ഒരു എക്സാക്ട് പോയിന്റ് നമ്മുടെ അടുത്ത് പറയുന്നു. ഇപ്പൊ 100 എന്ന് പറയുന്ന ഒരു എക്സാക്ട് പോയിന്റ് ആണ്. അപ്പം അതേസമയം ഇന്റർവൽ എസ്റ്റിമേഷൻ എന്ന് വെച്ചാൽ ഒരു റേഞ്ച് ആണ് നമുക്ക് തരുന്നത്. നമ്മുടെ ബീറ്റാസ് ഇറ്റ് വിൽ ലൈ ബിറ്റ്വീൻ 98 ആൻഡ് 102 എന്ന് വെച്ചാൽ 92നും 102നും ഇടയ്ക്കുള്ള ഏതോ വാല്യൂ. അത് 99 ആകാം, 100 ആകാം, 101 ആകാം, ഏതെങ്കിലും ഒരു വാല്യൂ. അങ്ങനെ ഒരു റേഞ്ച് ഓഫ് വാല്യൂ ആയിരിക്കും തരുന്നത്. മറ്റേത് കൃത്യമായിട്ട് ഒരു പോയിന്റ് തരും. അപ്പം OLS എസ്റ്റിമേറ്റേഴ്സ് പോയിന്റ് എസ്റ്റിമേറ്റേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഒരു സിംഗിൾ പോയിന്റ് നമുക്ക് തരും എന്നുള്ളതാണ് അതിന്റെ രണ്ടാമത്തെ ന്യൂമറിക്കൽ പ്രോപ്പർട്ടി. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ വൺസ് ദ OLS estimates are obtained from the sample data, the sample regression line can be easily obtained. നമ്മൾ OLS estimates ഒപ്റ്റെയിൻ ചെയ്തതിന് ശേഷം, സാമ്പിൾ ഡാറ്റയിൽ നിന്ന് ഒപ്റ്റെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ പറയുന്ന സാമ്പിൾ റിഗ്രഷൻ ലൈൻ വരയ്ക്കാനായിട്ട് സാധിക്കും. ഇനി ആ സാമ്പിൾ റിഗ്രഷൻ ലൈൻസിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സാമ്പിൾ റിഗ്രഷൻ ലൈൻ വിൽ പാസ് ത്രൂ ദി സാമ്പിൾ മീൻസ് ഓഫ് Y ആൻഡ് X. വൈയുടെയും എക്സിന്റെയും സാമ്പിൾ മീൻസ് കൂടെ അത് പാസ് ചെയ്യുന്നു. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ദ മീൻ വാല്യൂ ഓഫ് എസ്റ്റിമേറ്റഡ് Y ഈസ് ഈക്വൽ ടു മീൻ വാല്യൂ ഓഫ് ആക്ച്വൽ Y. അതായത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത Yയുടെ മീൻ വാല്യൂ നമ്മുടെ ആക്ച്വൽ Yയുടെ മീൻ വാല്യൂ തുല്യമാകുന്നു. രണ്ടാമത്തത്, മീൻ വാല്യൂ ഓഫ് റെസിഡ്യൂൽ ഈ 0. നമ്മൾ നമ്മുടെ റെസിഡ്യൂൽസിന്റെ മീൻ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ 0 കിട്ടുന്നു. അപ്പൊ ഇതാണ് സാമ്പിൾ റിഗ്രഷൻ ലൈനിന്റെ പ്രോപ്പർട്ടി. നമുക്ക് ആ സാമ്പിൾ റിഗ്രഷൻ ലൈൻ ഒന്ന് കാണാം. ഇതാണ് ഒരു സാമ്പിൾ റിഗ്രഷൻ ലൈൻ. നമ്മളത് പരിശോധിച്ചാൽ മനസ്സിലാവും. ആ സാമ്പിൾ റിഗ്രഷൻ ലൈൻ എന്ന് പറയുന്നത് എക്സിന്റെയും വൈയുടെയും മീൻ വാല്യൂ കൂടെയാണ് കടന്നു പോകുന്നത്. സോ അതാണ് സാമ്പിൾ റിഗ്രഷൻ ലൈനിന്റെ 3 പ്രോപ്പർട്ടീസ്. ഇനി നമ്മുടെ ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് തിരിച്ചു വന്നാൽ, അടുത്ത ന്യൂമറിക്കൽ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ദ റെസിഡ്യൂൽസ് UI ആർ അൺകോറിലേറ്റഡ് വിത്ത് പ്രെഡിക്റ്റഡ് YI. അതായത് നമ്മുടെ YIയുമായിട്ട് റെസിഡ്യൂൽസ് അൺകോറിലേറ്റഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ അവ തമ്മിൽ കോറിലേഷൻ ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ കോറിലേഷൻ 0 അതാണ് നമ്മുടെ അടുത്ത പ്രോപ്പർട്ടി. ഇനി ലാസ്റ്റ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ദ റെസിഡ്യൂൽസ് ആർ അൺകോറിലേറ്റഡ് വിത്ത് XI. നമ്മുടെ XIയുമായിട്ടും നമ്മുടെ എക്സ്പ്ലനേറ്ററി വേരിയബിളുമായിട്ടും ഈ റെസിഡ്യൂൽസ് അൺകോറിലേറ്റഡ് ആയിരിക്കും. അപ്പൊ റെസിഡ്യൂൽസ് YIയുമായിട്ടും XIയുമായിട്ടും അൺകോറിലേറ്റഡ് ആയിരിക്കും. അതാണ് നമ്മുടെ പ്രോപ്പർട്ടീസ്. സോ ന്യൂമറിക്കൽ പ്രോപ്പർട്ടി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.